വിശദമായ വാർത്തയിലേക്ക്. ദിലീപിനെതിരായ വധഗൂഢാലോചന കേസ് സിബിഐക്ക് വിടുന്നതിനെ എതിർത്ത് സർക്കാർ അന്വേഷണം നേരായ രീതിയിലാണ് നടക്കുന്നതെന്നും മറ്റൊരു ഏജൻസിക്ക് അന്വേഷണം കൈമാറേണ്ട കാര്യമില്ലെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. അന്വേഷണം തുറന്ന മനസ്സോടെയാണ്, ആർക്കും പരാതിയില്ലെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നു. ഡാനി, നിന്നൊക്കെ കാര്യങ്ങളാണ് കോടതിയിൽ നടന്നത്? അശ്വതി, വധശ്രമ ഗൂഢാലോചന കേസിന്റെ എഫ്ഐആർ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ദിലീപ് കോടതിയെ സമീപിച്ചിരുന്നത്. ഇത് കഴിഞ്ഞ ദിവസം തന്നെ കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ തന്നെ ഇതിന്റെ ഒരു വിശദാംശങ്ങൾ ചോദിക്കുകയും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ നിലവിലെ വസ്തുതകൾ അന്വേഷിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് കേസ് പരിഗണിക്കുമ്പോൾ ഇതിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് കേസിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഇത് സിബിഐക്ക് വിടുന്നത് സംബന്ധിച്ചുള്ള സർക്കാർ നിലപാട് അറിയിക്കാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നത്. ഇതിനുശേഷമാണ് ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ സർക്കാർ തങ്ങളുടെ ഇത് സംബന്ധിച്ചുള്ള നിലപാട് അറിയിക്കുകയായിരുന്നു. സിബിഐക്ക് വിടുന്നതിനെ സർക്കാർ എതിർക്കുകയാണ്. അന്വേഷണം നിലവിൽ നേരായ രീതിയിലാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ഈ ഘട്ടത്തിൽ മറ്റൊരു ഏജൻസിക്ക് അന്വേഷണം കൈമാറേണ്ട കാര്യവുമില്ലെന്നും സർക്കാർ കോടതിയിൽ ബോധിപ്പിച്ചു. അന്വേഷണം തുറന്ന മനസ്സോടെയാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അന്വേഷണ സംബന്ധിയായി ആർക്കും തന്നെ ഇതുവരെയും ഒരു പരാതിയുമില്ലെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. ഈ കേസിലെ പ്രതി തന്നെയാണ് അന്വേഷണം ആവശ്യപ്പെടുന്നതെന്നും പോലീസിനെതിരെയുള്ള ഗൂഢാലോചനയല്ലേ അന്വേഷിക്കുന്നതെന്നും കോടതി ഒരു ഘട്ടത്തിൽ ചോദിച്ചു. ഏതെങ്കിലും അന്വേഷണ ഏജൻസിക്ക് കേസ് കൈമാറുന്നതിന് പ്രോസിക്യൂഷന് എതിർപ്പുണ്ടോ എന്നതടക്കം കോടതി നേരത്തെ ആരാഞ്ഞിരുന്നു. എന്തായാലും ഈ കേസിന്റെ തുടർച്ചയായി ഈ കേസ് പരിഗണിക്കുന്ന വേളയിലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കോടതി ഇത് സംബന്ധിച്ച് തിരക്കിയത്. അതോടൊപ്പം തന്നെ പ്രധാനമായും തന്നെ ഇന്ന് ഈ കേസ് പരിഗണിക്കുമ്പോൾ ദിലീപ് ഫോണിൽ നിന്ന് നിർണായക വിവരങ്ങൾ മായ്ച്ചു എന്നതായിട്ട് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കുകയുണ്ടായി. ഐഫോണിലെ 12ഓളം ചാറ്റുകൾ മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 7 ഫോണുകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടെങ്കിൽ 6 ഫോണുകൾ മാത്രമാണ് കൈമാറിയതെന്നും പ്രോസിക്യൂഷൻ അറിയിച്ചു. അതോടൊപ്പം മറ്റൊന്ന് ദിലീപുമായി ബാലചന്ദ്രകുമാറിന് നേരത്തെ തന്നെയും സൗഹൃദമുണ്ടായിരുന്നു. ഈ കേസിലെ നിർണായക സാക്ഷിയാണ് ബാലചന്ദ്രകുമാർ എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ സമർപ്പിച്ചു. അതോടൊപ്പം കോടതി തിരിച്ച് ചോദിച്ച കാര്യങ്ങളിൽ പ്രധാനമായിട്ടും തന്നെ തെളിവുകൾ കയ്യിലുണ്ടായിട്ടും ബാലചന്ദ്രകുമാർ എന്തുകൊണ്ട് യഥാസമയം ഇത് കൈമാറിയില്ല എന്ന് കോടതി ചോദിക്കുകയുണ്ടായി. ബാലചന്ദ്രകുമാറിന് മറ്റു താല്പര്യങ്ങൾ ഇല്ല എന്ന ഉറപ്പാണോ എന്നും ഈ കേസ് പരിഗണിക്കുന്ന വേളയിൽ കോടതി ചോദിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതി ഇപ്പോഴും ഈ കേസിന്റെ തുടർ നടപടികൾ ഇപ്പോഴും കോടതിയിൽ തുടരുകയാണ്. ശരി, ഡാനി പോളാണ് കൊച്ചിയിൽ നിന്നും വിശദവിവരങ്ങൾ നൽകിയത്. ദിലീപുമായി വേദി പങ്കിട്ട ചലച്ചിത്ര അക്കാദമി ചെയർമാനും സംവിധായകനുമായ രഞ്ജിത്ത് കൊച്ചിയിൽ ഫിയോക് ഒരുക്കിയ സ്വീകരണ പരിപാടിയിലാണ് ദിലീപും രഞ്ജിത്തും ഒരേ വേദിയിലെത്തിയത്. ഫിയോക് പ്രതിനിധികൾ ക്ഷണിച്ചിട്ടാണ് എത്തിയതെന്നും ദിലീപുമായി വേദി പങ്കിട്ടത് വിവാദമാക്കേണ്ടതില്ലെന്നും രഞ്ജിത്ത് പറഞ്ഞു. വേദിയിൽ രഞ്ജിത്തിനെ പുകഴ്ത്തിയായിരുന്നു ദിലീപിന്റെ വാക്കുകൾ. തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്കിന്റെ ജനറൽ ബോഡി യോഗത്തിലാണ് ദിലീപും രഞ്ജിത്തും എത്തിയത്. ചലച്ചിത്ര അക്കാദമി ചെയർമാനായി നിയമിതനായ രഞ്ജിത്തിന് ജനറൽ ബോഡി യോഗത്തിൽ സ്വീകരണം നൽകി. ചടങ്ങിൽ രഞ്ജിത്തിനെ സ്വാഗതം ചെയ്തത് ദിലീപ്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ളൊരു ജോലിയല്ല, വലിയൊരു ഉത്തരവാദിത്വം ഉള്ളൊരു സ്ഥാനമാണത്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ആളുകളുടെ എന്താ പറയുക, എല്ലാവരും പാരലായിട്ട് നമ്മൾ ആർക്കും വേദനകൾ ഉണ്ടാക്കാതെ കൊണ്ടുപോകേണ്ട ഒരു സ്ഥാനമാണത്. ആശംസകൾ അർപ്പിക്കാൻ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ശ്രീ രഞ്ജിത്ത്. പിന്നാലെ വേദിയെ അഭിസംബോധന ചെയ്ത രഞ്ജിത്ത്, തിരുവനന്തപുരത്തെ ചലച്ചിത്ര ഉത്സവം IFFK 11,000 ഡെലിഗേറ്റ്സിനെ വെച്ചിട്ട് സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. ഈ 100% ഒക്യുപ്പൻസി ഇല്ലായിരുന്നെങ്കിൽ അത് സാധ്യമാവില്ലായിരുന്നു. എന്തായാലും നിങ്ങളുടെ ജനറൽ ബോഡിയിൽ സംബന്ധിക്കാനും ഈ സ്വീകരണം ഏറ്റുവാങ്ങാനും കഴിഞ്ഞത് ഭാഗ്യമായി കരുതുന്നു. IFFK വേദിയിൽ അതിജീവതയെ പോരാട്ടത്തിന്റെ പെൺപ്രതീകമെന്ന് രഞ്ജിത്ത് പ്രകീർത്തിച്ചിരുന്നു. കേസിലെ പ്രതിയുമായി വേദി പങ്കിട്ടുന്ന വിമർശനങ്ങൾക്ക് രഞ്ജിത്തിന്റെ മറുപടി ഇങ്ങനെ: നിങ്ങളൊന്നും മനസ്സിലാക്കേണ്ടത്, ഞാൻ ദിലീപിന്റെ വീട്ടിൽ പോയതല്ല. ഞാനും ദിലീപും കൂടെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ നിന്ന് കാപ്പ് കുടിക്കാൻ പോയതല്ല. ഇനി ആണെങ്കിൽ തന്നെ എന്നെ കഴിവേറ്റേണ്ട കാര്യവുമില്ല. അയാളെ എനിക്ക് വർഷങ്ങളിൽ അറിയാവുന്ന ഒരാളാണ്. ന്യൂസ് 18 കൊച്ചി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഉദ്ദേശങ്ങൾ നിറവേറ്റപ്പെടണമെന്ന നടൻ പൃഥ്വിരാജ്. ഇല്ലെങ്കിൽ ആ നടപടികൾ എന്തിനായിരുന്നു എന്ന ചോദ്യമുയരും. ജോലി സാഹചര്യം മെച്ചപ്പെടുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഹേമ കമ്മിറ്റി, ജസ്റ്റിസ് ഹേമ ആക്ച്വലി
ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ലൂസിഫർ ഷൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ സെറ്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എന്നോട് കാര്യങ്ങൾ ചോദിച്ച് അറിഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ട് എന്തുകൊണ്ട് പുറത്ത് വിടുന്നില്ല, അല്ലെങ്കിൽ അത് ആ അധികാരം ആരുടേതാണെന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല. ദാറ്റ്സ് എ കോൾ ദേ ഹാവ് ടു ടേക്ക്. എന്റെ ആഗ്രഹം ഇതേ ഉള്ളൂ, ആ എക്സസൈസ് എന്തിനായിരുന്നു? ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്ന റിപ്പോർട്ട് രൂപീകരിച്ചതിന് പിന്നിലത്തെ ഉദ്ദേശം എന്തായിരുന്നു? അത് നിറവേറ്റപ്പെടണം. ഇഫ് ഇറ്റ് ഇസ് മെന്റ് ടു ക്രിയേറ്റ് ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻസ്, അതുണ്ടാകണം തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ആ എക്സസൈസിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അത് ഞാൻ പൂർണ്ണമായിട്ടും അത് എന്തിനാണോ അത് ചെയ്തത് അത് നിറവേറ്റപ്പെടണമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നടൻ ദുൽഖറിന് തിയേറ്റർ ഉടമകളുടെ സംഘടന ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് നീക്കി. ദുൽഖറിന്റെ നിർമ്മാണ കമ്പനി ഫിയോക്കിന് വിശദീകരണം നൽകി. വിശദീകരണം തൃപ്തികരമെന്ന് ഫിയോക്ക് അറിയിച്ചു. സല്യൂട്ട് സിനിമ OTTക്ക് നൽകിയതുമായി ബന്ധപ്പെട്ടാണ് ദുൽഖറിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത്. സർവ്വമേഖലയിലും വിലക്കയറ്റം രൂക്ഷമായതോടെ പൊറുതിമുട്ടി ജനം. കഴിഞ്ഞ 10 ദിവസത്തിനിടെ രാജ്യത്ത് പെട്രോളിനും ഡീസലിനും 6.5 രൂപയ്ക്ക് മുകളിൽ വർദ്ധിച്ചു. അവശ്യ സാധനങ്ങളുടെ വിലയും വർദ്ധിച്ചു തുടങ്ങി. വിലക്കയറ്റത്തിനെതിരെ കോൺഗ്രസിന്റെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് തുടക്കമായി. തുടർച്ചയായ 7ാം ദിവസമാണ് രാജ്യത്ത് പെട്രോൾ ഡീസൽ വില വർദ്ധിച്ചത്. പെട്രോൾ ലിറ്ററിന് 87 പൈസയും ഡീസലിന് 84 പൈസയുമാണ് ഇന്ന് വർദ്ധിപ്പിച്ചത്. കഴിഞ്ഞ 10 ദിവസത്തിനിടെ 9ാം തവണയാണ് വില വർധന. 10 ദിവസം കൊണ്ട് പെട്രോളിന് 6 രൂപ 88 പൈസയും ഡീസലിന് 6 രൂപ 68 പൈസയും കൂട്ടി. വിലക്കയറ്റരഹിത ഭാരതം എന്ന മുദ്രാവാക്യമുയർത്തി കോൺഗ്രസ് പ്രതിഷേധ പരിപാടികൾക്ക് തുടക്കമിട്ടു. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലായിരുന്നു ഡൽഹി വിജയ് ചൌക്കിൽ കോൺഗ്രസ് എംപിമാരുടെ പ്രതിഷേധം. വിലക്കയറ്റം നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. इनको सरकार कंट्रोल करे और पेट्रोल और डीजल के दाम बढ़ाना बंद करे. तो इसलिए हम सब यहाँ आए हैं. पूरे देश में हमारा प्रोटेस्ट चलेगा, काफी दिनों के लिए चलेगा. സംസ്ഥാന ജില്ലാ കേന്ദ്രങ്ങളിലും പ്രതിഷേധം സംഘടിപ്പിച്ചു. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി മാത്രം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് നിർത്തിവെച്ച ഗവൺമെന്റ് ആ കാലഘട്ടത്ത് വർദ്ധിപ്പിക്കുന്നത് കൂടി പലിശ സഹിതം കിട്ടുന്ന രീതിയിൽ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇന്ധന വില വർധന പ്രതിപക്ഷം ഇന്നും പാർലമെന്റിൽ ഉന്നയിച്ചു. ഹൈബി ഈഡൻ, രമ്യ ഹരിദാസ്, കൊടിക്കുന്നിൽ സുരേഷ്, TN പ്രതാപൻ, അടൂർ പ്രകാശ് തുടങ്ങിയവരാണ് ലോക്സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. ന്യൂസ് 18 ഡൽഹി. പെട്രോൾ ഡീസൽ വില വർധനയ്ക്ക് പിന്നാലെ സംസ്ഥാനത്ത് അവശ്യ സാധനങ്ങളുടെ വിലയും കുതിച്ചു കയറുന്നു. അരിയും പച്ചക്കറികളും അടക്കം അവശ്യ സാധനങ്ങൾക്ക് വരും ദിവസങ്ങളിലും വില വർദ്ധിച്ചേക്കും. റംദാൻ വ്രതാരംഭവും വിഷു, ഈസ്റ്റർ അടക്കമുള്ള ആഘോഷങ്ങൾ കൂടി വരുന്നതോടെ വിലക്കയറ്റം രൂക്ഷമാകുമെന്നാണ് സൂചന. ഇന്ധനവില കുതിച്ചുയരുമ്പോൾ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയിലും വലിയ വർധനയാണ് ഉണ്ടാവുന്നത്. പെട്രോൾ ഡീസൽ വില വർധന, പാചകവാതകത്തിന്റെ വിലക്കയറ്റം, യാത്രാനിരക്കിലെ വർധന, ഈ പട്ടികയിലേക്ക് അവശ്യ സാധനങ്ങൾ കൂടി കടന്നു വരികയാണ്. പയർ, സവാള, പച്ചമുളക്, കാബേജ്, ക്യാരറ്റ് തുടങ്ങിയവയ്ക്കെല്ലാം കഴിഞ്ഞ ഒരാഴ്ചയായി വില മുകളിലേക്കാണ്. അരി, തുവരപ്പരിപ്പ്, പഞ്ചസാര, മല്ലി തുടങ്ങിയ പലചരക്ക് സാധനങ്ങൾക്കും വില വർദ്ധിച്ചു. മത്സ്യവിപണിയിലും വിലക്കയറ്റം പ്രകടമാണ്. ഇറച്ചിക്കോഴിയുടെ വില കിലോയ്ക്ക് 156 രൂപയാണ് തിരുവനന്തപുരത്ത്. പച്ചക്കറി കുറച്ച് കൂടിയുണ്ട്. പയറൊക്കെ 20 രൂപ ഇരുന്ന് 40-60 രൂപ കൊടുക്കും ഇവിടെ. അതേമാതിരി ഒരു സാധനത്തിനൊക്കെ വില കൂടിയുണ്ട്. ബാക്കി എല്ലാറ്റിനും ചെറിയൊരു മാറ്റമുണ്ട്. ഇതിനൊക്കെ വില കൂടിയിട്ടുണ്ട്. അതെങ്ങനെ നോമ്പ് കൂടിയല്ല, ചെറുനാരങ്ങൊക്കെ നല്ല വില കയറും. ഇപ്പൊ 40 രൂപ ചെറുനാരങ്ങ നോമ്പാകുമ്പോൾ 100 രൂപ കയറും. ഇന്ധനവില വർധനയ്ക്ക് മുൻപുണ്ടായിരുന്ന സ്റ്റോക്ക് ഉൽപ്പന്നങ്ങളാണ് ഇപ്പോൾ വിപണിയിൽ ചില്ലറ വിൽപ്പന നടത്തുന്നത്. പുതിയ സ്റ്റോക്ക് എത്തുന്നതോടെ ചരക്കു നീക്കത്തിലെ നിരക്ക് വർധന ഉൽപ്പന്ന വിലയിലും പ്രതിഫലിക്കും. അടുത്ത ആഴ്ചയോടെ വില കുതിച്ചുയരുമെന്ന് ചുരുക്കം. റംസാൻ വ്രതാരംഭം, വിഷു, ഈസ്റ്റർ തുടങ്ങിയ ആഘോഷങ്ങൾ കൂടിയാകുമ്പോൾ വില ഇനിയും കുതിച്ചുയരും. ഇതോടെ ഹോട്ടലുകളിലടക്കം വില വർധന ഉണ്ടായേക്കും. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ സാധാരണ ജീവിതം വറചട്ടിയിലാകും. റോക്കറ്റ് പോലെ കുതിക്കുന്ന ഇന്ധനവിലയും പാചകവാതക വില വർധനയും. സ്വന്തം നികുതി വരുമാനത്തിൽ അല്പം പോലും കുറയ്ക്കാത്ത സംസ്ഥാന സർക്കാർ. വരുന്ന ഉത്സവകാലം മലയാളിക്ക് തൊട്ടാൽ പൊള്ളുന്നതാകും. കോഴിക്കോട്ട് നിന്ന് എസ് വിനേഷ് കുമാറിനൊപ്പം VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. അനുദിനമുള്ള ഇന്ധന വില വർധനയ്ക്കൊപ്പം യാത്രാ നിരക്കും കൂട്ടിയതോടെ അധിക ഭാരം അനുഭവിക്കേണ്ടി വരുന്നത് സാധാരണക്കാരാണ്. നിരക്ക് വർധനയായെങ്കിലും വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് കൂട്ടാത്തതിൽ വീണ്ടും സമരത്തിലൊരുങ്ങുകയാണ് സ്വകാര്യ ബസ് ഉടമകൾ. ഓട്ടോ നിരക്ക് വർധന അപര്യാപ്തമെന്നാണ് തൊഴിലാളികളുടെ പ്രതികരണം. തൊഴിലാളി യൂണിയനുകളുടെ അഭിപ്രായങ്ങൾ പരിശോധിച്ച ശേഷമേ ഉത്തരവിറക്കൂ എന്ന് ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു അറിയിച്ചു.
ഇന്ധനവിലയ്ക്കൊപ്പം നിരക്ക് വർധന സാധാരണക്കാരന് ഇരട്ടി പ്രഹരമാവുകയാണ്. താങ്ങാനാകുന്നില്ലെന്ന് യാത്രക്കാർ. കൊറോണയുടെ ഒരു കാലഘട്ടമാണ്, ആർക്കും ജോലിയില്ല. അപ്പോൾ ഇതുപോലെ ഒരു ആശ്വാസമുള്ളതേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ തന്നെ സർക്കാർ ഈ ബസ് ചാർജ് കൂട്ടുക എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. വിദ്യാർത്ഥികളുടെ നിരക്ക് 6 രൂപയാക്കണമെന്നായിരുന്നു ആവശ്യം. അത് അംഗീകരിച്ചില്ലെങ്കിലും നേരിയ വർധനവ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു ബസ് ഉടമകൾ. കമ്മീഷൻ ശുപാർശ 5 രൂപ വരെയെങ്കിലും വർദ്ധിപ്പിക്കാമെന്നായിരുന്നു. യാത്രക്കാരിൽ 70% വിദ്യാർത്ഥികളായിരിക്കെ സർക്കാർ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ബസ് ഉടമകൾ ആവശ്യപ്പെടുന്നു. സംസ്ഥാനത്തിലെ സ്വകാര്യ ബസ്സുകളിൽ 70% യാത്രക്കാരും വിദ്യാർത്ഥികളായിരിക്കെ വിദ്യാർത്ഥികളുടെ ചാർജിൽ വർധനവ് വരുത്താത്ത ഒരു വർധനവ് കൊണ്ട് കേരളത്തിലെ സ്വകാര്യ ബസ് സർവീസിന് യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ ഈ തീരുമാനം അടിയന്തര പ്രാധാന്യത്തോടുകൂടി പുനഃപരിശോധിക്കണമെന്നും അല്ലാത്ത പക്ഷം സംസ്ഥാനത്തിലെ മുഴുവൻ ബസ്സുകളും സമരത്തിലേക്ക് പോകേണ്ടി വരുമെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നു. ഡീസൽ വില ദിവസേന ഉയരുമ്പോൾ നിരക്ക് വർധന കൊണ്ട് കാര്യമില്ലെന്നാണ് ബസ് ജീവനക്കാരുടെ പ്രതികരണം. അതായത് 4000 രൂപ ഡീസൽ അടിക്കുമ്പോൾ 3500 വണ്ടി ഓടുന്നുള്ളൂ. നമുക്ക് മുതലാളിക്ക് വല്ല കൊടുക്കണമെങ്കിൽ നമുക്ക് ശമ്പളം പോലും ശരിക്കും കിട്ടുന്നില്ല. എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷമേ ഉത്തരവിറങ്ങൂ എന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. ഒരു അനൗൺസ്മെന്റ് ഉണ്ടായപ്പോൾ ചില അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അഭിപ്രായങ്ങൾ ഉത്തരവിറങ്ങുന്നതിന് മുമ്പേ അത്തരം അഭിപ്രായങ്ങളിൽ കഴമ്പുണ്ടെങ്കിൽ പരിശോധിക്കും. ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങളെ കുറിച്ച് പരിശോധിക്കുന്നതാണ്. ഓട്ടോ ചാർജ് 1.5 കിലോമീറ്ററിന് 25 രൂപ എന്നത് മാറ്റി 2 കിലോമീറ്ററിന് 30 രൂപയാക്കിയത് വഴി പ്രതിഫലം കുറയുമെന്ന പരാതി ഓട്ടോ തൊഴിലാളികളും ഉന്നയിച്ചു. കോവിഡ് സമയത്ത് യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞപ്പോഴാണ് KSRTCയിലടക്കം താൽക്കാലിക ചാർജ് വർദ്ധിപ്പിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം. പുതിയ സാമ്പത്തിക വർഷം നാളെ മുതൽ ആരംഭിക്കാനിരിക്കെ ജനങ്ങൾക്ക് മേൽ ഇരുട്ടടിയാകുന്ന പുതിയ നിരക്കുകളും നിലവിൽ വരും. ഡീസൽ വാഹനങ്ങൾക്ക് ഹരിത നികുതിയും പുതിയ രജിസ്ട്രേഷൻ നിരക്കുകൾക്കും പുറമെ ഭൂമിയുടെ ന്യായവിലയിൽ 10% വർധനവും നടപ്പിലാകും. കേന്ദ്ര സംസ്ഥാന ബജറ്റുകളിലെ പുതിയ നികുതി നിർദ്ദേശങ്ങളും പുതിയ ഫീസ് നിരക്കുകളും നാളെ മുതൽ നടപ്പിലാവുകയാണ്. ഡീസൽ കാറുകൾക്ക് 1000 രൂപയാണ് ഒറ്റത്തവണ നികുതി. മീഡിയം വാഹനങ്ങൾക്ക് 1500 രൂപയും ബസ്, ലോറി പോലുള്ള വലിയ വാഹനങ്ങൾക്ക് 2000 രൂപയുമാണ് ഹരിത നികുതി. ഇതുവരെ 10 വർഷമോ അതിലധികമോ പഴക്കമുള്ള വാഹനങ്ങൾക്കായിരുന്നു ഹരിത നികുതി. ഈ ഇനത്തിൽ 50% വർധനവും വരുത്തിയിട്ടുണ്ട്. പഴയ വാഹനങ്ങളുടെ റീ രജിസ്ട്രേഷൻ, ഫിറ്റ്നസ് ചാർജുകളിലും കുത്തനെ വർധനവുണ്ടാകും. പഴയ വാഹനങ്ങളുടെ ഉപയോഗം നിരുത്സാഹപ്പെടുത്തുന്നതിനാണ് ഈ നിർദ്ദേശം കേന്ദ്ര ബജറ്റിൽ കൊണ്ടുവന്നത്. ഭൂമിയുടെ ന്യായവിലയിലും 10% വർധനവ് നടപ്പിലാവുകയാണ്. സ്റ്റാമ്പ് ഡ്യൂട്ടി, രജിസ്ട്രേഷൻ ഫീസ് എന്നിവയിലും വർധനവില്ല. എന്നിരുന്നാലും ന്യായവില ഉയരുന്നതിനനുസരിച്ച് ഈ ഇനങ്ങളിലെ ചിലവും ആനുപാതികമായി ഉയരും. ന്യൂസ് 18 തിരുവനന്തപുരം. പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപേ കോഴിക്കോട് ഓട്ടോറിക്ഷകൾ അധിക ചാർജ് ഈടാക്കാൻ തുടങ്ങി. നിരക്ക് വർധന കാര്യമായി തന്നെ ബാധിക്കുമെന്ന് യാത്രക്കാർ പറയുന്നു. എസ് വിനേഷ് കുമാറിന്റെ റിപ്പോർട്ട്. ഇന്ധനവില അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. തൽഫലമായി അവശ്യ സാധനങ്ങളുടെ വിലയിൽ ഉൾപ്പെടെ വലിയ വർധനയുണ്ടാകുന്നു. ഇതിനിടയിലാണ് ബസ് ചാർജ് വർധനയും ഓട്ടോ ടാക്സി വർധനയും ഉണ്ടാകാൻ പോകുന്നത്. എന്തായാലും ഇത് സാധാരണ ജനങ്ങളെ എങ്ങനെ ബാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്ക് ഇപ്പോൾ അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകേണ്ടത്. 35 മീറ്റർ ചാർജ് കാണിച്ചത്, അതിലിപ്പോ 45 വാങ്ങിച്ചത്. ഇവിടെയാണ് കോളേജ് സ്റ്റുഡൻസ് ഒക്കെ ആയതുകൊണ്ട് പിന്നെ ഓട്ടോ ചാർജ് വർദ്ധിക്കുമ്പോൾ ഇവിടെ നിന്ന് ഇനി KSRTCയിലേക്ക് പോവാ. ഇത് വളരെ കാര്യമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട്. അങ്ങനെ യാത്രയൊക്കെ പോകുന്ന പോലെ പെട്ടെന്ന് കൂട്ടേണ്ടതില്ലായിരുന്നു. ഓട്ടോന് ചാർജ് വർദ്ധിപ്പിച്ചത് ട്രെയിനിന്റെ ചാർജ് വർദ്ധിപ്പിച്ചില്ലേ? ലോക്കലിന് 30 രൂപയില്ല, 10 രൂപയിൽ തന്നെ ലോക്കലുണ്ടായിരുന്നത്. അപ്പോൾ 30 രൂപ 20 രൂപ കൂട്ടിയത്. അതിനൊന്നും എന്താ ഇപ്പോൾ ഇവിടെ ചെയ്യാത്തത്? ഒക്കെ ദ്രോഹം തന്നെ ചെയ്യുന്നുള്ളൂ. നല്ല എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്, നല്ല ബുദ്ധിമുട്ടായിട്ട് തന്നെ തോന്നുന്നത്. എന്തായാലും വർധന, ഈ പെട്ടെന്നുള്ള ചാർജ് വർധന വലിയ തോതിൽ തന്നെ ബാധിക്കുമെന്ന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ തന്നെ പറയുന്നുണ്ട്. കാരണം ഇന്ധനവില വർദ്ധിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഓട്ടോറിക്ഷ ചാർജും മറ്റുള്ള അവശ്യ സാധനങ്ങളുടെ വിലയും എല്ലാത്തിലും വർധനയുണ്ടാകുമ്പോൾ അത് സാധാരണക്കാരന്റെ നട്ടെല്ലൊടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് യാത്രക്കാർ പ്രതികരിക്കുന്നത്. ക്യാമറാമാൻ ശ്രീജിത്ത് സി കല്ലുമുട്ടിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് SSLC പരീക്ഷകൾക്ക് തുടക്കം. ഇന്ന് നടന്ന മലയാളം പരീക്ഷ വലച്ചില്ലെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. 4.25 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഈ ഓഫ്ലൈൻ ക്ലാസ്സുകളൊന്നും ഇല്ലായിരുന്നല്ലോ കോവിഡിനെ തുടർന്ന്. ഇത്തവണ ഓഫ്ലൈൻ ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. 5 മാസത്തോളം
ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വലിയ കോൺഫിഡൻസ് കൂട്ടിയിട്ടുണ്ടോ? ഓൺലൈൻ ക്ലാസ്സിന് വലിയ കോൺഫിഡൻസ് ഇല്ലായിരുന്നു. പിന്നെ ഓഫ്ലൈൻ ക്ലാസ് തുടങ്ങിയതിന് ശേഷമാണ് ഒരു ചെറിയൊരു ആത്മവിശ്വാസം വന്ന് തുടങ്ങിയത്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ പോർഷൻസ് കൂടുതലാണ്. ഹിസ്റ്ററി, ജോഗ്രഫിയിലൊക്കെ ഞങ്ങൾ മൊത്തത്തിൽ 22 ചാപ്റ്റർ പഠിക്കാനുണ്ട്. അല്ല, പഠിക്കാൻ ടൈം കിട്ടിയില്ലായിരുന്നു. ഫോക്കസ് ഏരിയ ലാസ്റ്റ് വന്നപ്പോൾ ഫോക്കസ് ഏരിയയും കൂടെ നോൺ ഫോക്കസ് ഏരിയയും പഠിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പേടിയുണ്ട്. ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകൾ നടന്ന അധ്യയന വർഷം എന്ന പ്രത്യേകതയോടെയാണ് ഇത്തവണ വിദ്യാർത്ഥികൾ SSLC പരീക്ഷ എഴുതാനെത്തിയത്. 4,26,999 വിദ്യാർത്ഥികളാണ് റെഗുലർ വിഭാഗത്തിൽ പരീക്ഷ എഴുതിയത്. 408 വിദ്യാർത്ഥികൾ പ്രൈവറ്റ് വിഭാഗത്തിൽ പരീക്ഷ എഴുതി. ആകെ 2961 പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിരുന്നു. ലക്ഷദ്വീപിലും ഗൾഫിലും 9 വീതം സെന്ററുകൾ. ഫോക്കസ് ഏരിയയിൽ നിന്ന് 70%, നോൺ ഫോക്കസ് ഏരിയയിൽ നിന്ന് 30% ചോദ്യങ്ങളാണ് ഇത്തവണത്തെ ചോദ്യപേപ്പറിൽ. പരീക്ഷാ നടത്തിപ്പിൽ വിദ്യാർത്ഥികൾ സംതൃപ്തരെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കുട്ടികൾ വളരെ സന്തോഷത്തിലാണ്. കണ്ട വിദ്യാർത്ഥികളോടൊക്കെ അവർക്ക് നല്ല പരീക്ഷ നന്നായി തന്നെ എഴുതി എല്ലാവർക്കും A+ കിട്ടുമെന്നുള്ള അഭിപ്രായമാണ് വന്നിട്ടുള്ളത്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് പരീക്ഷ നടത്തിപ്പ്. അടുത്ത മാസം 29 വരെയാണ് SSLC പരീക്ഷകൾ. IT പ്രാക്ടിക്കൽ പരീക്ഷകൾ മെയ് 3 ആരംഭിക്കും. 2ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ ഇന്നലെ ആരംഭിച്ചിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. UDF-ലെ അതൃപ്തി പരസ്യമാക്കി മാണി സി കാപ്പൻ. ഒരു നേതാവിന് തന്നോട് വ്യക്തിപരമായി പ്രശ്നമുണ്ടെന്ന് VD സതീശനെ ഉന്നംവെച്ച് മാണി സി കാപ്പൻ തുറന്നടിച്ചു. പരസ്യപ്രതികരണം അനൌചിത്യമായെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. കാപ്പനുമായി ചർച്ച നടത്തുമെന്ന് UDF കൺവീനർ MM ഹസൻ വ്യക്തമാക്കി. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് സ്ഥലം സന്ദർശിച്ച UDF സംഘത്തിൽ ഉൾപ്പെടുത്താത്തതിനെതിരെ അന്ന് മാണി സി കാപ്പൻ പരസ്യമായി രംഗത്ത് വന്നിരുന്നു. VD സതീശന് രേഖാമൂലം പരാതി നൽകിയെന്നാണ് കാപ്പൻ പറഞ്ഞത്. പരാതി പരിഹരിക്കാതെ വന്നതോടെയാണ് സതീശനെ ലക്ഷ്യം വെച്ച് കാപ്പന്റെ തുറന്നു പറച്ചിൽ. ഒരു പ്രശ്നമില്ല, ഭയങ്കര ഉറപ്പാണ്. പക്ഷേ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കപ്പെടുന്നു പ്രശ്നമല്ല. പക്ഷെ ഒന്ന് രണ്ടത് ഫാക്ട് അല്ലേ, ഞാൻ 3 കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചിട്ടില്ല. മാണി സി കാപ്പന്റെ പരസ്യ പ്രതികരണത്തിൽ കടുത്ത അതൃപ്തി VD സതീശനും മറച്ചുവെച്ചില്ല. UDF-ന്റെ രീതി വേറെയാണ്. മാണി സി കാപ്പൻ അവിടെ നിന്ന് വന്നുകൊണ്ട് അത് അപരിചിതമായതുകൊണ്ട് തോന്നായിരിക്കും. ഞാൻ കേട്ടില്ല അദ്ദേഹം എന്താ പറഞ്ഞത്. എന്തായാലും എന്നോടാണ് അദ്ദേഹം പരാതി ഉന്നയിക്കേണ്ടത്. അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും പരിഭവം ഉണ്ടെങ്കിൽ എന്നോട് ഉന്നയിക്കണം, അല്ലെങ്കിൽ UDF കൺവീനറോട് ഉന്നയിക്കണം. അത് പറയാതെ പരസ്യമായി പറഞ്ഞത് അനൌചിത്യമാണ്. അദ്ദേഹം അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അതേസമയം കാപ്പനുമായി ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കുമെന്ന് UDF കൺവീനർ MM ഹസൻ അറിയിച്ചു. 4-ാം തീയതി പ്രതിപക്ഷ നേതാവും ഞാനും അദ്ദേഹത്തെ കണ്ട അദ്ദേഹത്തിന്റെ പരാതികൾ നേരിട്ട് ഞങ്ങൾ സംസാരിക്കും. മുന്നണി മാറ്റം അടക്കമുള്ള അഭ്യൂഹങ്ങൾ തള്ളുകയാണ് NCP-യിലെ ശശീന്ദ്രൻ ക്യാമ്പ്. കാപ്പനുമായി ചർച്ചയ്ക്കില്ലെന്ന് ശശീന്ദ്രൻ. അദ്ദേഹം ഇപ്പോൾ UDF-ലെ ഒരു MLA അല്ലേ. UDF-ലെ MLA LDF-മായി എന്തെങ്കിലും ചർച്ച നടത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞങ്ങളങ്ങനെ ഒരു ചർച്ച ഇപ്പോൾ നടത്താൻ ഉദ്ദേശിക്കുന്നുമില്ല. നേരത്തെ രമേശ് ചെന്നിത്തല താൽപര്യമെടുത്താണ് മാണി സി കാപ്പനെ UDF-ൽ എത്തിച്ചത്. കാപ്പന്റെ പ്രതികരണം ഫലത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ചേരിതിരിവ് കൂടിയാണ് വ്യക്തമാക്കുന്നത്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. മദ്യനയത്തിൽ LDF-ൽ നിന്ന് തന്നെ എതിർപ്പ്. വിദേശ മദ്യശാലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനെതിരെ AITUC രംഗത്തെത്തി. പുതിയ മദ്യനയം അഴിമതി ലക്ഷ്യമിട്ടെന്നാണ് പ്രതിപക്ഷ ആരോപണം. മദ്യനയം തിരുത്തിയില്ലെങ്കിൽ പ്രക്ഷോഭമെന്നാണ് KCBC-യുടെ മുന്നറിയിപ്പ്. മദ്യനയം പുനഃപരിശോധിക്കണമെന്നാണ് AITUC-യുടെ ആവശ്യം. വിദേശ മദ്യശാലകളെ പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയല്ല. ഷാപ്പുകളുടെ ദൂരപരിധി എടുത്തു കളയണമെന്നും KP രാജേന്ദ്രൻ ആവശ്യപ്പെട്ടു. കള്ളുഷാപ്പുകളുടെ ദൂരപരിധി എടുത്തു കളയണം എന്നാണ് ഏറ്റവും ശക്തമായ ഒരു ആവശ്യം. അടച്ചുപൂട്ടിയ 2500-ലേറെ കള്ളുഷാപ്പുകൾ, ആ കള്ളുഷാപ്പുകൾ തുറന്ന് പ്രവർത്തിക്കണം. KP രാജേന്ദ്രനെ പിന്തുണച്ച് ബിനോയ് വിശ്വവും രംഗത്ത് വന്നു. പുനഃപരിശോധന വേണമെന്നുള്ള അഭിപ്രായമുണ്ടോ? കൂടിയാലോചനകളും ചർച്ചകളും ഇല്ലാതെയാണ് സർക്കാരിന്റെ പുതിയ മദ്യനയമെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന വിമർശനം. മദ്യം യഥേഷ്ടം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇത്. കേരളത്തെ മദ്യത്തിൽ മുക്കി കൊല്ലുന്നതിന് തുല്യമാണ്. ഇതിനോട് ഒരു വിധത്തിലും യോജിക്കാൻ നിവൃത്തിയില്ല. കൂടുതൽ ബാറുകൾ തുറക്കുന്നത് പാർട്ടിക്ക് ഫണ്ടുണ്ടാക്കുന്നതിന് വേണ്ടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചു. ബ്രൂവറിയും ഡിസ്റ്റിലറിയും പുതിയ കുപ്പായമിട്ടിറക്കുന്നത് അഴിമതി ലക്ഷ്യമിട്ടെന്നും വിമർശനം. അഴിമതി മാത്രം ലക്ഷ്യമിട്ടിട്ടാണ് ഇപ്പൊ സർക്കാരിന്റെ ലക്ഷ്യം. അത് മാത്രമാണ്. ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന നടപടികൾ എടുക്കുന്നതിൽ സർക്കാർ മത്സരിക്കുക. മദ്യനയം അപലപനീയമാണെന്നാണ് KCBC-യുടെ പ്രതികരണം.
സർക്കാർ തിരുത്തണമെന്നും KCBC ആവശ്യപ്പെട്ടു. തിരുത്തിയില്ലെങ്കിൽ പ്രക്ഷോഭമുണ്ടാകുമെന്നാണ് KCBCയുടെ മുന്നറിയിപ്പ്. ശക്തമായ പ്രതിഷേധം ഈ കാര്യത്തിൽ ഉണ്ടാകും. കാരണം കേരള ജനതയെ കുടിപ്പിച്ച് നശിപ്പിക്കുന്ന, കൊല്ലുന്ന ഈ വിപത്തിൽ നിന്ന്, ഈ തീരുമാനത്തിൽ നിന്ന്, ഈ മദ്യ നയത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകണം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. മലപ്പുറം മഞ്ചേരിയിൽ നഗരസഭാ കൌൺസിലറെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. നെല്ലിക്കുത്ത് സ്വദേശി ഷംസീറാണ് ഇന്ന് മഞ്ചേരി പോലീസിന്റെ പിടിയിലായത്. മുഖ്യപ്രതി അബ്ദുൾ മജീദിനെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ചൊവ്വാഴ്ച രാത്രിയാണ് മഞ്ചേരി നഗരസഭാ കൌൺസിലർ അബ്ദുൾ ജലീൽ ക്രൂരമായി ആക്രമിക്കപ്പെട്ടത്. ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം ജലീലിന്റെ തലയ്ക്ക് ഇരുമ്പുതണ്ട് പോലെയുള്ള ഒരു വസ്തു കൊണ്ട് ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ജലീൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. മഞ്ചേരി പയ്യനാട് വെച്ച് വാഹനം പാർക്ക് ചെയ്തതിനെ തുടർന്നുണ്ടായ തർക്കത്തെ തുടർന്നായിരുന്നു ജലീലിന് നേരെ ആക്രമണം നടന്നത്. മൂർച്ചയേറിയ ആയുധോപയോഗിച്ചുള്ള ആക്രമണത്തിൽ തലയൊട്ടി തകർന്ന ജലീലിനെ 2 അടിയന്തര ശസ്ത്രക്രിയകൾക്ക് വിധേയനാക്കിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മഞ്ചേരി സ്വദേശികളായ അബ്ദുൾ മാജിദും ഷുഹൈബുമാണ് ആക്രമണത്തിന് പിന്നിലെന്നായിരുന്നു പോലീസിന് ആദ്യം ലഭിച്ച വിവരം. ഇന്നലെ അറസ്റ്റിലായ മാജിദിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നെല്ലിക്കുത്ത് സ്വദേശിയായ ഷംസീറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പ്രധാന പ്രതികളിൽ ഒരാളായ ഷുഹൈബിന് വേണ്ടി അന്വേഷണം പുരോഗമിക്കുന്നു. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് മഞ്ചേരി നഗരസഭാ പരിധിയിൽ ഇന്ന് UDF ഹർത്താൽ ആചരിക്കുന്നുണ്ട്. ന്യൂസ് 18 മലപ്പുറം. മന്ത്രിമാർ പുതിയ വാഹനം വാങ്ങുന്നത് മുതൽ ടയർ ഇടുന്നത് വരെ ചർച്ചകൾ ഇടം പിടിക്കാറുണ്ട്. എന്നാൽ ഒരു മന്ത്രിവാഹനം തള്ളേണ്ടി വന്ന കാഴ്ചയാണ് ഇന്ന് കോട്ടയത്ത് കണ്ടത്. മന്ത്രി AK ശശീന്ദ്രന്റെ വാഹനമാണ് പണിമുടക്കിയത്. വനം വകുപ്പിന്റെ പരിപാടിയിൽ പങ്കെടുക്കാനാണ് മന്ത്രി AK ശശീന്ദ്രൻ രാവിലെ കോട്ടയം TBയിലെത്തിയത്. പരിപാടിക്ക് പോകും മുൻപ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരണം. ഒടുവിൽ വാഹനത്തിലേക്ക് കയറാൻ പോയപ്പോൾ മന്ത്രി കണ്ട കാഴ്ച ഇതാണ്. വീഡിയോ പകർത്തുന്ന അറിഞ്ഞ ഉടൻ പ്രവർത്തകർ തള്ളു നിർത്തി. ഞങ്ങൾ വണ്ടി തള്ളുന്നില്ല, അത് നോക്കി ആരും നിൽക്കണ്ട കേട്ടോ, ഞങ്ങൾ വണ്ടി തള്ളുന്നില്ല. തള്ളിയെങ്കിലും വണ്ടി സ്റ്റാർട്ടാക്കുമെന്ന് കരുതി NCPക്കാരുമായി കുശലം പറഞ്ഞ് മന്ത്രി. ഒടുവിൽ കാര്യം നടക്കില്ലെന്നുറപ്പായതോടെ വകുപ്പുദ്യോഗസ്ഥരെ വിവരമറിയിച്ചു. മന്ത്രിക്ക് സഹായവുമായി ഉടനെത്തി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ. പിന്നെ വകുപ്പിന്റെ കൊടിമടക്കി മന്ത്രിവാഹനം ഉപേക്ഷിച്ച് പരിപാടി സ്ഥലത്തേക്ക്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. IPL ആവേശം. IPLിൽ ആദ്യ ജയം തേടി ചെന്നൈ സൂപ്പർ കിങ്സ് ഇന്നിറങ്ങും. ആദ്യ മത്സരത്തിൽ പരാജയമറിഞ്ഞ ലക്നൌ സൂപ്പർ ജെയിൻസ് ആണ് എതിരാളികൾ. രാത്രി 7:30 മണി മുതൽ മുംബൈയിലാണ് പോരാട്ടം.